ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെസ്സിസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം. എന്റെ പേര് ജെസ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറായിലുള്ള സോണിച്ചേട്ടന്റെ അഡീനിയൻ ചെടികൾ മാത്രം വളർത്തുന്ന ഒരു ഗാർഡനിലാണ്. ഒത്തിരി വെറൈറ്റി അഡീനിയൻ ചെടികളുണ്ട്. അത് നമുക്ക് സോണിച്ചേട്ടനോട് തന്നെ ചോദിച്ച് ഇത് നടുന്ന വിധവും വളപ്രയോഗവും നനയെ പറ്റിയൊക്കെ മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് വീഡിയോ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സോണിച്ചേട്ടനെ പരിചയപ്പെടാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് സോണിച്ചേട്ടൻ. അപ്പൊ സോണിച്ചേട്ടൻ വിവരിച്ചു തരും നമുക്ക് ഈ ചെടികളെ പറ്റിയും ഇതിന്റെ കാര്യങ്ങളെ അറിയാവുന്നത്. ഞാൻ ചെറായിലാണ്, എറണാകുളം ചെറായിലാണ് വീട്. എറണാകുളം ചെറായി സഹോദരൻ ഭവനം എന്ന് പറയും ഇവിടെ. എത്ര കൊല്ലായി ആ പൂടിക്കുന്ന ചെടിയൊക്കെ ഇല്ലേ, അതൊരു 25 വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ എനിക്ക് അത്ര പരിചയമുണ്ട് ചെടിയെ കുറിച്ച്. ഇത് എത്ര വെറൈറ്റി ഉണ്ട്? നമ്മളിപ്പോ ഗ്രാഫ്റ്റ് ചെയ്യണ 1000-400 ടൈപ്പൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുള്ളൂ. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പൊ ഇതില്ലേ, ഈ പൂവ് ഇല്ലെങ്കിൽ ഈ പൂവ് ഇപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. അത് തന്നെ ഇപ്പൊ റെഡ് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ തന്നെ അത് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടാവും. അത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ വേറെ കളറിൽ വരും പൂക്കൾ. ഗ്രാഫ്റ്റ് ചെയ്യണത് വരും. ഇതൊക്കെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാനുള്ള. ഓ, അത് ശരി. നമ്മൊരു ബഡ് എടുത്ത് വെക്കാനുള്ള. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യണത് കാണിച്ചു തരാം. എത്ര നാള് വേണ്ടി വരും ഒരു പൂവ് ഉണ്ടാവാനായിട്ട്? 2 മാസം. 2 മാസം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മാസം കൊണ്ട് ഫ്ലവർ ആകാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിലേ വെള്ളമൊക്കെ നനക്കരുതെന്നൊക്കെ പറയും. വെള്ളമൊക്കെ വേണം കേട്ടോ. വെള്ളം വേണം. ഇത് നമ്മളെ നട്ടേക്കണതില്ലേ ചകിരിച്ചോറിലാണ്. ആര് നിക്കണൊക്കെ ഇല്ലേ, മഴയത്തല്ലേ, മഴയത്താണ് നിക്കണത്. ഇത്ര വർഷങ്ങളായിട്ട് അത് മഴയത്താണ് നിൽക്കണത്. ചകിരിച്ചോറ് മാത്രമാണ് ഇപ്പൊ കുറച്ച് ഭൂമിയിട്ടുണ്ട് മാത്രമേ. അപ്പൊ ചകിരിച്ചോറ് നടാൻ പാടില്ലെന്ന് പറയും. ചകിരിച്ചോറിലാണ് മുഴുവൻ നിൽക്കണത്. ചകിരിച്ചോറും പിന്നെ എന്താ മണ്ണ് വേണ്ടേ? മണ്ണ് ഉപയോഗിക്കരുത്. മണൽ ഉപയോഗിക്കണം. മണ്ണ് ഉപയോഗിച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രവർത്തനം നടക്കും. അതിൽ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന അപ്പൊ അത് കുഴപ്പത്തിലേക്ക് പോകും. ഒരു 100 ഉണ്ടെങ്കിൽ 10% വെച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ മണലും ചകിരിച്ചോറും മണലും ഒക്കെ. മണ്ണും പാടില്ല. 6 മണിക്കൂറെങ്കിലും മിനിമം വെയിൽ വേണം, വെള്ളം വേണം, വെയിൽ നിർബന്ധമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ വരും, ഫംഗസ് വരും, അതുപോലെ കീടങ്ങൾ വരും. ഇത് രണ്ടുകൂടെ പൊട്ടിമിക്സ്. ഈ പൊട്ടിമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചകിരിച്ചോറിലാട്ടങ്ങളായി. നമ്മളതിന് ചകിരിച്ചോറ് തന്നെ നടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മണലും ചകിരിച്ചോറും ഈ പെർലൈറ്റൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നട്ടാൽ മതി. ഈ പൊട്ടിമിക്സ് കറക്റ്റ് ആയിക്കണം. നമ്മൾ മണ്ണിൽ കൊണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ഈ കീടങ്ങൾ വരും, മീലി ബഗ് വരും. ദ്രോഹം ചെയ്യാറില്ല. ഈ അത് വന്നിട്ടൊന്നും കുഴപ്പമില്ല. മീലിമുട്ടയുടെ ശല്യം, അത് വരും. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മൈഡ്സാ. മൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അത് ലെൻസ് വെച്ച് നോക്കേണ്ട വരും. ഇപ്പൊ ഇലയില്ലേ, എല്ലാ അടിയിലാണ് ഇത് വന്നത് മൈഡ്സ്. ഇപ്പൊ ഇതൊന്നുമില്ല. അപ്പൊ ലെൻസ് വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ മീലി ബഗ് കാണിച്ചു തരാം വേണമെങ്കിൽ. മീലി ബഗ് വന്നിട്ടാണ് ഈ പൂവ് ഇങ്ങനെ നശിച്ചുപോയി. അപ്പൊ ഇതുണ്ട ആ മരുന്ന് അടിച്ചേക്കണം നമ്മളത്. അത് ഇല്ലാണ്ടായി പോവും. മീലിബഗ് ഇല്ലാണ്ടായി പോവും. ആ മരുന്ന് തന്നെ അടിക്കണം. ഓക്കെ. മീലിബഗ് വന്നിട്ടുള്ളതാ. ഈ പൂക്കള് നശിച്ചു പോവും, അല്ലിയൊക്കെ നശിച്ചു വന്നപ്പോ അറിയില്ലത്. അറിയില്ല. ഒരു 2 ആഴ്ച കൊണ്ടില്ലേ ഫുള്ള് അത് വന്നിരിക്കും. അതുപോലെ മൈൽസ് പോലെയാണ്. മൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല കിട്ടും. മഞ്ഞച്ചു നീരൂറ്റി കുടിക്കുന്ന പരിപാടി. മുഞ്ഞെന്ന് പറയുന്ന സാധനമുണ്ട്. അതൊന്നും വലിയ കുഴപ്പക്കാരൊന്നുമില്ല. പക്ഷെ മൈറ്റ്സ് ഒക്കെ കുഴപ്പമാണ്. അത് കറക്റ്റ് മരുന്നടിച്ചില്ലെങ്കിൽ അത് പോകില്ല. എത്ര നാൾ കൂടുമ്പോ അപ്പൊ മരുന്നടിക്കും? വരുമ്പോ നോക്കിയിട്ട് അടിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് എനിക്കത് ഏകദേശം നമുക്ക് കാണുമ്പോ മനസ്സിലാവും. പിന്നെ ഇതെല്ലാ ദിവസവും നനയ്ക്കുവോ? നമ്മളെ ഇപ്പൊ എല്ലാ ദിവസവും നനച്ചാൽ എന്താ കുഴപ്പം? ഇത് ചവരിച്ചോറിൽ നിൽക്കണേ. എല്ലാ ദിവസവും നടക്കുകയാണ് നല്ലത്. എനിക്ക് സമയം കിട്ടാത്തതിന്റെ വരില്ല. അപ്പൊ നമ്മള് ഇലയിലെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ഈ മീലിബഗ്, മൈറ്റ്സ്, മുഞ്ഞ ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കുറയും. അതുറപ്പാ. പിന്നെ ഇത് ഉമ്മി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഉമ്മി അതിപ്പോ ഞാൻ ഇട്ടാണ് ചവരിച്ചോറിലാണ് നട്ടേക്കണം.
ഇത് ഇവിടുന്ന് ആൾക്കാര് തൈക്കള് ചട്ടിയോടുകൂടിയാണോ കൊണ്ടുപോണേ, അത് ഇതിനു വേണ്ടി പ്രത്യേകം ചെറിയ തൈക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്? കൂടുതൽ അയച്ചു കൊടുക്കാണ് പരിപാടി. അയച്ചു കൊടുക്കാം. ഒരു തിങ്കള് ബുധനൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് അത്തരം ബിസ്കൂട്ട് കുറയും. പിന്നെ ചേട്ടൻ ഈ ഇതിമ്മ കൊറേ വിത്തുകൾ ഉണ്ടാവൂലോ, ആ വിത്തുകൾ ഉപയോഗിച്ച് എങ്ങനെയാ നടണേന്ന് നട്ടിട്ടുണ്ട്. വിത്ത് നമ്മൾ നട്ടിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യണത്. അത് ശരി. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഗ്രാഫ്റ്റിംഗ് കാണിച്ചു തരാം. ഓക്കെ. ഇതാ വിത്ത്. ഇത് നമ്മളെ ഒരു ശരാശരി 100-200 രൂപ ഉണ്ടാവാം ഇതിന്റെ ഉള്ളില്. ഇത് പൊട്ടുന്ന സമയത്ത് നമുക്ക് ആ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടയണമെങ്കിൽ 98% മുളക്കും. അപ്പൊ വിത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലൊരു 200 തൈക്കുള്ള വിത്ത് ശരാശരി 150 കൂട്ടിയാലും മതി. ഈ 150 ചെടി നമുക്ക് കിട്ടും ഒരു വർഷത്തിനുള്ളിൽ. 98% മുളക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഏകദേശം അത്രയും 150 കിട്ടിയല്ല. ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഏത് ചെടി എന്ന് പറഞ്ഞാലും കൃഷിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ഈ അടീന്. മാർക്കറ്റിങ് ഒരുപാടുണ്ട്. അത് മാത്രമല്ല നമുക്ക് 150 ചെടി കിട്ടിയല്ല. അത് ഇതിപ്പോ ഇപ്പൊ തന്നെ ഇതുപോലെ 500 രൂപ ഇവിടെ നിൽപ്പുണ്ടാവും വിത്തുകള്. അപ്പൊ സാധ്യതയുണ്ട്. അത്രയും തൈക്കള് നമുക്ക് കിട്ടി. നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം പറ്റും. ആ തൈക്കള് മുളച്ച് വന്നേമാണ് ഗ്രാഫ്റ്റ് ചെയ്യണത്. അത് അപ്പുറം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യണ കാണിച്ചു തരാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ ബോൺസായി ഇനങ്ങളാണ്. ബോൺസായി എന്നാണ് പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുള്ളൻ പരിപാടിയല്ലേ. വിത്തുകൾ ഉപയോഗിച്ച് നട്ട തൈക്കള് ചേട്ടൊന്ന് കാണിച്ചു. ഇതാണ് വിത്ത് മുളച്ച തൈകളാണ് ഇതെല്ലാം. നമ്മൾ ഇത് ഓരോന്നെടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ അപ്പാപ്പന്താടി പോലെ വിത്ത് പൊട്ടുമ്പോ അപ്പാപ്പന്താടി നേരത്തെ നമ്മളൊന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ആയിട്ട് പൊട്ടി പോവില്ല. അത് വെറുതെ മണ്ണില് നടണം. അത് ചകിരിച്ചോറിൽ ഞാൻ പാവണത് മുളച്ചു വരുമ്പോ നമ്മള് വേറെ കവറിലാക്കും. ഇത് അങ്ങനെ മുളച്ചു വന്നേക്കണേ അല്ലേ? ഇത് ചകിരിച്ചോറല്ലേ? ചകിരിച്ചോറ. ഇത് വിത്ത് പാവിയേക്കണത്. ഇതാണ് നമ്മള് ഇനി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റുന്നത്, കവറിലേക്ക്. ഇതെല്ലാം വിത്ത് മുളപ്പിച്ച തൈക്കളാണ്. ഈ വിത്ത് മുളച്ചു വന്ന ഒരു ചെടിയാണ് റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്ക് നമ്മളെടുത്ത് ഇതുമേണ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഈ കളർ നമുക്ക് വേണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുത്ത് കട്ട് ചെയ്യുമ്പോ ഒന്നിനാ സ്പിരിറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് മതി, ഇല്ലെങ്കിൽ ചൂട്. ഇല്ലെങ്കിൽ കൈമയൊക്കെ ചിലപ്പോ ഫംഗസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ ഇല്ലെങ്കിൽ അപ്പൊ ഫംഗസ് വരും. ഫിനിഷ് ചെയ്യാം. റബ്ബർ ബാൻഡ് എന്റെ അടുത്ത് ഇല്ല ഇപ്പൊ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ സെല്ലോ ടേപ്പ് ഉള്ളു. ഇനി പ്ലാസ്റ്റിക്, ഏതെങ്കിലും പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എടുക്കാം. നമുക്ക് വേണ്ടത് ഇതാണ്. ഈ പൂവിന്റെ മതി. ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളത് കട്ട് ചെയ്തു. ഇതൊരു 20 ഉണ്ടാവും കേട്ടോ. സയോൺ എടുത്ത് റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ വെക്കുന്നു. പ്ലാസ്റ്റിക് കൊണ്ട് ടൈറ്റ് ചെയ്യും. നമുക്കൊരു 150 ഒരു ദിവസം ചെയ്യാൻ പറ്റും പോലെ. ശരി. ടൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ അടുത്ത് സെല്ലോ ടേപ്പ് ഉള്ളൂ. ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഇവിടെ. ഇതായാലും മതി കേട്ടാ. ടൈറ്റ് ഈ ടാബ്ലറ്റ് ഇത് വേറെ ഉണ്ട്. റൂട്ട് സ്റ്റോക്ക് എടുക്കാം. റൂട്ട് സ്റ്റോക്ക് അല്ലേ? റൂട്ട് സ്റ്റോക്ക് നമ്മളെ ആ വിത്ത് മുളപ്പിച്ച. നമുക്കിത് അല്ലേ, ഇപ്പൊ ഇത് വലിയ ചെടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു 5-6 കളറ് നമുക്ക് വെക്കണമെങ്കിൽ അത് സ്കിൻ കട്ട് ചെയ്താൽ മതി. അത് ശരി. നമ്മൾ ഈ സയോൺ എടുക്കാം. ഇത് കണ്ട ഇങ്ങനെ സ്കിൻ കട്ട് ചെയ്യാം.
സാധനം എടുത്തിട്ട് ഞങ്ങൾ കയറ്റി വെക്കാം. എന്താ സോറി, എന്താ വെക്കാം. ഇത് വലിയ ചെടിയാണെങ്കിൽ ഒരുപാട് വെക്കാം. ശരി. എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ടൈറ്റ് ചെയ്യാം. അപ്പൊ ഒരു വലിയ ചെടിയാണെങ്കിൽ ഇതുമ്പോ ഒരു 8-10 കളർ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരു ചെടിയുമ്പോ പല കളറുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇത് കെട്ടിയത് ഇവിടെ വെക്കാല്ല. അത് ശരി. ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ വെഡ്ജ് കളയാം. നമ്മളെ വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. വെഡ്ജ് 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 അല്ല ശരിക്കും വി ഗ്രാഫ്റ്റ്. ഇങ്ങനെ കട്ട് ചെയ്യാം. അയോണോ പോലെ കട്ട് ചെയ്യാം. അതേ ഷേപ്പിൽ തന്നെ. അപ്പൊ ഇതിന്റെ വേറെ ഒരു ചെറിയൊരു ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം മുട്ടയുള്ള ഇല്ലേ, അപ്പൊ പിടിക്കാനുള്ള സാധ്യത കൂടുന്നാണ്. എളുപ്പമുണ്ട് പിടിക്കാൻ. പക്ഷെ നമുക്ക് ചെയ്യാൻ എളുപ്പം ഒരു സമയം എടുക്കും. ടൈറ്റ് ചെയ്യാം. റബ്ബർ ബാൻഡ് ഇടാം, ഇല്ലെങ്കിൽ ടൈ കിട്ടും. ആ ടൈ വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി. മൂന്ന് വിധത്തിലാണ് ഇത് ഗ്രാഫ്റ്റ്. എന്തൊരു എത്ര ചെയ്യാം കേട്ടോ. വലിയ ഇത് എത്ര നാളാവും ഇത് മുളച്ചു വരാനായി? 2 മാസം കൊണ്ട് പൂവാവും. ഇത് തൈ മുളച്ചു വരുമ്പോ ആ പ്ലാസ്റ്റിക് എടുത്ത് കളയോ? അത് നമുക്ക് അറിയാലോ. അത് കളയണോ വേണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അത് അതിനിപ്പോ ഇത്ര മാസം കഴിയുമ്പോ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പൊട്ടിപ്പോന്നോളൂ. എത്ര ടൈറ്റ് ആണെങ്കിലും വളരെ സ്ലോയിലാണെങ്കിലും വന്നെ ഗ്രോത്ത്. തൈകള് അതിന്റെ ഉള്ളിൽ നിന്ന് വന്നോളൂ. ഗ്രോത്ത് ഉറപ്പായിട്ട് വന്നോളൂ. അതൊക്കെ പോയി പ്ലാസ്റ്റിക് പൊട്ടിച്ച് കളഞ്ഞോളൂ അവർ. എന്നിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റും. അപ്പൊ നമ്മളെ സൗകര്യം പോലെ മാറ്റിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട അണുക്കളാണ് ഈ മീലിബഗ്. കീടശല്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയെ മുളത്തരുത്. വെയിലും വേണം. ഇത്ര 6 മണിക്കൂർ 8 മണിക്കൂർ വെയിൽ വേണം. എത്ര മണിക്കൂർ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ല. പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് നിർത്തണത് ഏത് മാസം അങ്ങനെയുണ്ടോ? നമ്മളെ ഈ മഞ്ഞാണ് ഇതിന് പറ്റാത്തത്. ഇപ്പൊ നമ്മളൊരു മഞ്ഞുള്ള സമയത്ത് കട്ട് ചെയ്ത ഗ്രോത്ത് ഉണ്ടാവില്ല. അത് ശരി. പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് കുറവായിരിക്കും. ഈ സമയത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4-5 ചെനപ്പ് വരും. പെട്ടെന്ന് ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. കാരണം മഞ്ഞാണ് ഇതിന് ഏറ്റവും വലിയ കുഴപ്പം. ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും മഞ്ഞുള്ള സമയത്ത് ചെയ്യരുത്. ചെയ്താൽ പിടിക്കും, പക്ഷെ അത് 100 ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പോകും. ഈ വേനൽക്കാലത്ത് ഈ സമയത്താണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവണത് അല്ലേ? പൂക്കൾ ഉണ്ടാവണ മാത്രമല്ല, എന്ത് പരിപാടി ചെയ്യണത് ഇപ്പൊ ഈ സമയത്ത് വേണം ഈ ചെടിക്ക് ചെയ്യാൻ. കാരണം ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ചെയ്താൽ 100 പിടിച്ചിരിക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഈ മഞ്ഞ് സമയത്താണ് ഈ പിടിക്കില്ല. അപ്പൊ നമ്മളാ കഷ്ടപ്പെടേണ്ടത് പിടിക്കണേലും ഒരു 10% പോവും. അതിനതിനെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ ഒരു 300-400 വെറൈറ്റി അഡീനിയം ഉണ്ടല്ലേ? ഇത് നമ്മളെ ഈ കഴിഞ്ഞ വർഷം കാണാത്തത് ഈ പ്രാവശ്യം കാണും. അതാണ് ഇത്. ഒരു 500 രൂപ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് 500 കളറുകൾ. അത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം നമ്മളെ ഇതൊരു എല്ലാം എടുക്കാം. ഇതുപോലെ ചെറിയ വ്യത്യാസം, ഷേപ്പ് വ്യത്യാസമുള്ളതൊക്കെ ഉണ്ടാവും. നമുക്ക് ഷേപ്പിൽ അങ്ങനെ ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ചെലവാവണ ചെടികളേതാ ഇതില്? പൂക്കള് കൂടുതൽ ഡിമാൻഡുള്ള പൂക്കൾ ഏത് കളറാ? അങ്ങനെ എല്ലാവരും ചോദിക്കണതില്ല. ഡബിൾ പെറ്റലെ ചോദിക്കും. ഡബിൾ പെറ്റൽ ഉണ്ടാകുന്ന ചോദിക്കുള്ളൂ. അത് ഒരു 10-20 വർഷം മുമ്പ് ചോദിക്കുന്ന ചോദ്യമുള്ളത്. പക്ഷെ ഇപ്പൊ ചോദിക്കണില്ലേ, സിംഗിൾ മാത്രം വളർത്തുന്ന ആൾക്കാരുണ്ട്. അത് ശരി. സിംഗിളിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരുപാട്. ഇത് സിംഗിളാ. ഇതെല്ലാം സിംഗിൾ. അപ്പൊ സിംഗിൾ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പണ്ട് അവർക്ക് ആകെ മനസ്സിൽ വെച്ചിരിക്കണെന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽസ് അങ്ങനെ കേട്ടേക്കണ. ഇതൊക്കെ ഡബിൾ പെറ്റൽസ് അല്ലേ? അത് ഡബിൾ പെറ്റലാണ്. ഇത് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. ഭംഗിയാണ്. ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതും നല്ലൊരു ഈ വിത്ത് മുളച്ചതല്ലത്. അത് ശരി. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത്. അത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. എന്നാലാണ് അത്ര വലിപ്പം കിട്ടുള്ളൂ. ഇതൊരു പ്രത്യേക വെറൈറ്റി ആണല്ലോ. ഒരുപാട് വെറൈറ്റികളുണ്ട് പൂക്കളല്ലേ?
25 വർഷത്തിൽ കൂടുതൽ പഴക്കമാണ് ചവരിച്ചോറിൽ നിൽക്കണത്, പുറത്താണ് നിൽക്കണത്, മഴ കൊള്ളും. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പൊ ചകിരിച്ചോറ് കൂടുതൽ തണുപ്പല്ലേ കൊടുക്കണത്? ചകിരിച്ചോറ് ഒരു പ്രത്യേകത എന്റെ അനുഭവം എനിക്കറിയാൻ പറ്റില്ല, അതിനെ കുറിച്ച് വലിയ ഇതൊക്കെ ആയിട്ടൊന്നുമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഫംഗസ് വരാൻ സാധ്യത കുറവാണ്. മണ്ണ് പോലെയല്ല. മണ്ണില് നമ്മിപ്പോ കിടന്നാലും മിസ്റ്റേക്ക് ആയി പോയില്ലേ, ദ്രവിച്ചു. അപ്പൊ ഈ മണ്ണിലെന്ത് കുഴപ്പമുണ്ട്? മണ്ണിന്റെ കൂടെ ആഡ് ചെയ്താല് മണ്ണിൽ മാത്രം നടാ. പക്ഷെ മണ്ണിൽ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പത്തില്ല. പിന്നെ ഈ ഏരിയ ഇതുകൊണ്ട് നിങ്ങക്ക് മണല് കിട്ടാൻ എളുപ്പമുണ്ടല്ലേ? ചെറായി മണല് കിട്ടും. അല്ല, മണലില് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചകിരിച്ചോറ് എന്താ കുഴപ്പമില്ല. 5+. അതായത് ചകിരിച്ചോറ് എടുത്തിട്ട് നമ്മള് കൂൺ വിത്ത് ഇട്ടിട്ടാണ് അത് ക്ലിയർ ആക്കണത്. അത് ശരി. ഇല്ലാണ്ട് വെറുതെ മറ്റത് വാങ്ങിക്കണല്ല. അപ്പൊ അത് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. 25 വർഷമുള്ള കാര്യമില്ലേ ഞാൻ പറഞ്ഞത്. കാണില്ലേ, ഐസൈറ്റിൽ കാണില്ലേ. അപ്പൊ മണലിടുമ്പോഴാണോ വെള്ളം? ചില ആൾക്കാർ ഇപ്പോഴും ചവരിച്ചോറിൽ നട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ മണലിലാട്ടോ, മണ്ണിലാണ്ടരുത്. അഡീനിയൻ ചെടികൾ മാത്രം വളർത്താനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ കണ്ടോ മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. കാരണം അതിന്റെ ഒരു എലഗൻസിയാണ് ഇല്ലേ. നമുക്ക് ഈ രീതിയിൽ ഇപ്പൊ എനിക്ക് ഇത്ര ഉള്ളതിന്റെ വല്ലാണ് ഇപ്പൊ ഒരു ചെടിയൊക്കെ ഒരുപാട് രീതിയിൽ ആനെ കുതിരിനൊക്കെ ആക്കാം. ഇത് നമുക്ക് നമ്മളെ സമയമുള്ള സമയത്ത് ആ രീതിയിലാക്കാം. എനിക്ക് ബോൺസായി പോലെയാണല്ലോ നിൽക്കുന്നത്. പ്രൂൺ ചെയ്യാം, എല്ലാ ചെടിയും പ്രൂൺ ചെയ്യണം. നിർബന്ധമായിട്ട് അടിയനെയും പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലെങ്കിലും ഇതിനൊന്നും സംഭവിക്കാൻ പോണില്ല. നനച്ചില്ലെങ്കിലും കൊടൈക്കനാലൊക്കെ പോയിട്ട് വരാം. അഡീനിയൻ ചെടികളുടെ ഒരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേട്ടന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഈ പൂക്കൃഷിയിലെ സർക്കാർ തന്നെ ഒരുപാട് സ്കീമുണ്ട്. ഈ പൂക്കൃഷി ചെയ്യണമെങ്കിൽ എന്റെ അഭിപ്രായമായിട്ട് പറയണത് ഈ അഡീനിയം വളർത്തുന്നതല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിത്തിൽ 150 ഉണ്ടാവും. അപ്പൊ 100 ചെടിയിൽ എത്ര വിത്ത് കിട്ടും? 15,000 വിത്ത്, 20,000ഓളത്തും കിട്ടും. ഞാൻ കുറച്ച് പറഞ്ഞ ഈ 20,000 ചെടിയായി. ഈ ചെടിക്ക് ആവശ്യക്കാര് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഒരു പൂക്കൃഷി നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരിക്കലും അഡീനിയ പറയുള്ളൂ. ഞാൻ ഓർക്കിഡ് ഞാൻ പറയില്ല. കാരണം ഇത് ഉത്പാദനം കൂടില്ല, ഉത്പാദിപ്പിക്കാം. നമുക്ക് ഓർക്കിഡ് അങ്ങനെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. ഇതാണ്. പിന്നെ ഇതിനൊക്കെ 50% കിട്ടും. യൂസിറ്റ് സർക്കാർ തരും. അത് ചെന്ന് ചോദിച്ചാൽ തന്നില്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാ ചെടികൾക്കും ഇപ്പൊ ഈ 19 പണ്ടൊക്കെ ഈ കേരളത്തിൽ നിന്ന് നിരോധിച്ച സംഭവമാണ് ഈ 19. അന്നൊരു 10-20 രൂപ. ഇപ്പൊ ഈ 150 തൊട്ട് 2,500 രൂപയാണ് എന്റെ വില. അപ്പൊ നമ്മള് ചെയ്യണമെങ്കിൽ ഭയങ്കര മത്സരമില്ലാത്തത് വാങ്ങിക്കാം. അതായത് 52 052 34 ഉണ്ട് വളം. അപ്പൊ ഇത് ചെയ്യാൻ പൂവിടാൻ അപ്പൊ നൈട്രജൻ ഇല്ല. 52 34 052 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഇല്ല, പൊട്ടാഷ്യം ഫോസ്ഫറസ്. ഇത് ചെയ്യാം. പിന്നെ അടിയനത്തിന് ചെയ്യുന്നത് സ്പ്രേ ചെയ്യുന്നത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യും. അത് അടിയനത്തിന് മാത്രമല്ല എല്ലാ ചെടിക്കും നല്ലതാണ്. അത് കൂടെ അതിനെ സംഭവം ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാൾബാർ എന്നൊരു സംഭവം കിട്ടും. കാൾബാർ കാൽസ്യം ബോറോണും കൂടിയാണ്. കാൾബാർ എന്ന് പറയും. രണ്ടും കൂടി കിട്ടും. മഞ്ഞ ഒരു സംഭവമാണ്. മഞ്ഞ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ആ കാൾബാർ അടിക്കാൻ 15 ദിവസം കൂടി പഠിച്ചാൽ മതി. അത് അടിയനത്തിനൊക്കെ നല്ലതാണ്. അതെന്തിന്റെ ഗുണം? അതിന്റെ വളർച്ചയ്ക്കും ബോറോൺ നമ്മളിവിടെ സെക്കൻഡ് മൂലകമാണല്ലോ ഈ ബോറോൺ. അപ്പൊ ആ ബോറോണിന് ആവശ്യം വേണം. ബോറോണൊക്കെ ആവശ്യമില്ല, കാൽസ്യം വേണം. അപ്പൊ ഒരു 15 ദിവസം കൂടുമ്പോ 20 ദിവസം കൂടുമ്പോ ഒരു ചെയ്യണം നല്ലതാണ്. SOP അത് അത്യാവശ്യമാണ്. സൾഫറോ പൊട്ടാഷ്യം അത് 5 ഗ്രാം ഒരു 20 ദിവസം കൂടുമ്പോ അടിക്കാം. അടിയനത്തിന് അടിക്കണം. പിന്നെ വളപ്രയോഗം ഞാൻ ഈ പറഞ്ഞില്ല, സ്പ്രേ ആണ് നമ്മൾ ചെയ്യാനുള്ള. പിന്നെ ഈ എല്ലുടിയൊക്കെ ഇടുന്നൊക്കെ പറയണ്ട, അതൊക്കെ ഈ ഒച്ചിന വർത്തന് ഒരു ഗുണമില്ല. ഇത് തന്നെ ഇത് എവിടെ നിന്ന് കിട്ടും ഈ എല്ലുപൊടി? പിന്നെ എല്ലുപൊടി എന്ന് പറഞ്ഞെങ്കിൽ വല്ല ഈ ബോഗൻവില്ലൊക്കെ ആവശ്യമുണ്ടെങ്കിലേ എവിടെ നിന്ന് വാങ്ങിക്കും? വളക്കടയിൽ നിന്ന്. എല്ലുപൊടി അല്ലല്ല കിട്ടണത്. എങ്ങനെ എല്ല് പൊടിക്കുന്നത്? എല്ല് കിട്ടുന്ന സ്ഥലമുണ്ട്. എവിടെയാണ്? യൂണിവേഴ്സിറ്റി, തൃശ്ശൂർ യൂണിവേഴ്സിറ്റി കാർഷിക. അത് എല്ലുപൊടിയാണ്. അത് ഡോഗിന് കൊടുക്കണേണ്. ഒറിജിനൽ എല്ലുപൊടി ഇല്ലാണ്ട് ഒന്നും കിട്ടുന്നില്ല. അതാണ് ആ ഡോഗിന് കൊടുക്കണേണത്.
അത് പഴകി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇല്ലാണ്ട് എല്ലുപൊടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഉച്ചനെ വരുത്താൻ. ചേട്ടൻ ഈ അഡീനിയൻ ചെടികൾ വളർത്തി ചേട്ടന് മാനസിക സന്തോഷവും പൈസയും എല്ലാം കണ്ടാലേ, ഞാനൊരു ജോലിക്കാരനായിരുന്നു, ഞാൻ റിട്ടയർ ആയിട്ട് 4-5 വർഷം. ഇത് കണ്ടു ചെന്ന മാനസിക ഉല്ലാസമല്ലേ. അത് തന്നെ. ഇല്ല നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. 65 വയസ്സായി. അപ്പൊ അഡീനിയൻ ചെടികളെ കുറിച്ച് സോണിച്ചേട്ടൻ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നു. നമുക്കൊരു നഴ്സറി തുടങ്ങണമെങ്കിൽ അഡീനിയൻ ചെടിയാണ്, പൂക്കൃഷിയിൽ അഡീനിയൻ ചെടി വളർത്താനാണ് സോണിച്ചേട്ടന്റെ അഭിപ്രായം. അപ്പൊ അതിന് കൊടുക്കേണ്ട വളപ്രയോഗവും പൂവുണ്ടാവാനായിട്ട് ചെയ്യേണ്ട മരുന്നുകളും വളർച്ചയ്ക്കുള്ള മരുന്നുകളും അതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഈ അഡീനിയൻ ചെടിയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. സോണിച്ചേട്ടൻ ഇതിനൊരു അവസരം തന്നതിന് സോണിച്ചേട്ടനോട് നന്ദി. എനിക്കൊരു ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്തെങ്കിലും സംശയം എനിക്കറിയാൻ പാടില്ല, 25 വർഷമായിട്ട് എനിക്ക് ഇതായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വിളിച്ചിട്ട് ചോദിക്കാം. ഒരു സംശയം ഒരാൾക്കും വേണ്ട, എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ സോണിച്ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അഡീനിയൻ ചെടിയെ കുറിച്ച് ഏത് സംശയം ഉണ്ടെങ്കിലും സോണിച്ചേട്ടനെ വിളിച്ച ആ നമ്പറിൽ വിളിച്ചാൽ സോണിച്ചേട്ടൻ പറഞ്ഞു തരും. കാരണം അത്രയും എക്സ്പീരിയൻസും അത്രയും വർഷത്തെ ചെടികൾ വളർത്തിയ പരിചയം ഉള്ളതുകൊണ്ടാണ് സോണിച്ചേട്ടന് അത് പറയാൻ പറ്റണത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് ചെടി വളർത്താൻ ഉദ്ദേശിക്കുന്നവര്, പൂക്കളുള്ള ചെടികൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ അഡീനിയാണ് സോണിച്ചേട്ടൻ പ്രിഫർ ചെയ്യുന്നത്.